Hello everyone, welcome to our YouTube channel Knowledge Junction Learn with Sweetie. 10ാം ക്ലാസ്സിലെ പ്രധാന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നൊരു വിഷയമാണ് കെമിസ്ട്രി. കെമിസ്ട്രി എന്ന വിഷയത്തിലെ ലോഹവും അലോഹവും എന്ന അധ്യായത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമ്മുടെ ക്ലാസ്സുകൾ ഏറ്റവും കൂടുതൽ വ്യക്തതയോടുകൂടിയും സുഗമമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണുകൾ റൊട്ടേറ്റ് ചെയ്യുക. ലോഹവും അലോഹവും മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു പത്രത്തിലെ വിദ്യാപ്രഭാതം എന്ന പംക്തിയെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ. ലോഹവും അലോഹവും എന്നതാണ് അധ്യായത്തിൻ്റെ പേര്. ആദ്യത്തേത് അയിര്. ഏറ്റവും ലാഭകരമായി ഒരു ലോഹം വേർതിരിച്ചെടുക്കുവാൻ സാധിക്കുന്ന ധാതുവിനെ ലോഹത്തിൻ്റെ അയിര് എന്ന് പറയുന്നു. ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. സ്വാഗ്. ഗാങ് അഥവാ മാലിന്യം നീക്കം ചെയ്യാൻ ഫ്ലക്സുകൾ ഉപയോഗിക്കുന്നു. ഗാങ്ങും ഫ്ലക്സും ചേർന്നുള്ള വസ്തുക്കളാണ് സ്ലാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയിരുകളുടെ സാന്ദ്രണം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലിച്ചിങ്, റോസ്റ്റിംഗ്, കാൽസിനേഷൻ തുടങ്ങിയ മെത്തേഡുകളിലൂടെ അയിരുകളുടെ സാന്ദ്രണം നടത്തിയെടുക്കാം. ലോഹങ്ങൾ അയിരുകൾ. ഇരുമ്പ് ഹേമറ്റൈറ്റ് മാഗ്നൈറ്റ്, അലൂമിനിയം ബോക്സൈറ്റ്, സിങ്ക് കലാമിൻ സിങ്ക് ബ്ലൈൻഡ്, കോപ്പർ കുപ്രൈറ്റ്, കോപ്പർ പൈറൈറ്റസ്. ലോഹസങ്കരങ്ങളുടെ നേട്ടങ്ങൾ. ഘടകലോഹത്തേക്കാൾ കാഠിന്യം കാണിക്കുന്നു. ലോഹനാശനം തടയുന്നു. ദ്രവണാങ്കം ഘടക ലോഹത്തിനേക്കാൾ കുറയുന്നു. എന്താണ് അൽനിക്കോ? ഇരുമ്പ്, നിക്കൽ, അലൂമിനിയം, കൊബാൾട്ട് എന്നിവ അടങ്ങുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. കാന്തിക സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനാൽ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ അൽനിക്കോസ് ആണ് ഉപയോഗിക്കുന്നത്. ലോഹ ശുദ്ധീകരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ: ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം. ബ്ലാസ്റ്റ് ഫർണസ് നിർമ്മാണത്തിനാവശ്യമായ സംവിധാനം. ഹേമറ്റൈറ്റ് പ്രധാന അയിര്. കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റിൻ്റെ നിരോക്സീകരണത്തിന് ഉപയോഗിക്കുന്നു. പിഗ് അയേൺ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന അയേൺ. അലൂമിനിയം വ്യാവസായിക നിർമ്മാണം. ബോക്സൈറ്റാണ് പ്രധാന അയിര്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി ലീച്ചിങ്. വ്യാവസായിക നിർമ്മാണം ഹൊറാൾഡ് പ്രക്രിയ. അലോഹ സംയുക്തങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത് വരുന്നതാണ് അമോണിയ. അമോണിയയ്ക്ക് നിറമില്ല, എന്നാൽ രൂക്ഷഗന്ധമുണ്ട്. ജലവുമായി വേഗത്തിൽ ലയിക്കുന്നു. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാൻ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗപ്പെടുത്തുന്നു. അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ താഴേക്ക് വായുവിനെ ആദേശം ചെയ്യാനാണ് ഗ്യാസ് ജാറിൽ ശേഖരിക്കുന്നത്. അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനം അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ എന്ന പേരിലാണ്. രാസവള നിർമ്മാണത്തിനും ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായും ഇത് ഉപയോഗിക്കുന്നു. അമോണിയയുടെ ഗാഢജലീയ ലായനിയെ ലിക്കർ അമോണിയയായും മർദ്ദം ഉപയോഗിച്ച് ദ്രവീകരിച്ച അമോണിയ ലിക്വിഡ് അമോണിയയായും അറിയപ്പെടുന്നു. അമോണിയയെ അടിസ്ഥാനമാക്കി വരുന്ന 2 ചോദ്യങ്ങളെന്ന് നോക്കാം. എന്തിനാണ് അമോണിയ വാതകത്തെ നീറ്റുകക്കയിലൂടെ അഥവാ കാൽസ്യം ഓക്സൈഡിലൂടെ കടത്തിവിടുന്നത്? ഉത്തരം അമോണിയയെ ഈർപ്പരഹിതമാക്കാൻ. രണ്ടാമത്തെ ചോദ്യം, കാൽസ്യം ഓക്സൈഡിനു പകരം മറ്റൊരു ശോഷകാരമായ സൾഫൂരിക് ആസിഡിനെ ഉപയോഗിക്കാമോ? അമോണിയയ്ക്ക് ബേസിക് ഗുണമാണുള്ളത്.
സൾഫ്യൂരിക് ആസിഡിനാകട്ടെ ആസിഡ് ഗുണവും. ബേസിക് ഗുണമുള്ള അമോണിയ ഈർപ്പരഹിതമാക്കാൻ ബേസിക് ഗുണമുള്ള കാൽസ്യം ഓക്സൈഡ് തന്നെയാണ് ഉചിതം. എന്താണ് സൾഫ്യൂരിക് ആസിഡ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം സമ്പർക്ക പ്രക്രിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വനേഡിയം പെൻറ്റോക്സൈഡാണ് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. രാസവളം, പെയിൻറ്, ഫൈബർ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കാൻ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഒലീയത്തെ നേർപ്പിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാം. കൂടാതെ പെട്രോളിയം ശുദ്ധീകരണത്തിലെ അവിഭാജ്യ ഘടകം കൂടിയാണ് സൾഫ്യൂരിക് ആസിഡ്. ജലത്തിലേക്ക് കുറച്ചായി ചേർത്തിളക്കിയാണ് സൾഫ്യൂരിക് ആസിഡിനെ നേർപ്പിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വരാവുന്ന 2 ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം: അമോണിയ നിർമ്മാണ വേളയിൽ എന്തുകൊണ്ട് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശോഷകാരമായി ഉപയോഗപ്പെടുത്തുന്നില്ല? ഉത്തരം: അമോണിയ ബേസിക് സ്വഭാവമുള്ള ഘടനയായതിനാൽ സൾഫ്യൂരിക് ആസിഡുമായി ചേർന്ന് നിർവീര്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ചോദ്യം: സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാൻ സൾഫർ ട്രയോക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാലും മതിയല്ലേ? മതി. പക്ഷേ സൾഫർ ട്രയോക്സൈഡിനെ ജലത്തിൽ ലയിപ്പിക്കുന്നത് താപമോർജക പ്രവർത്തനമായതിനാൽ ലഭിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് മഞ്ഞുകണങ്ങളുടെ സ്വഭാവം പ്രകടമാക്കും. ഇവയാണ് സൾഫ്യൂരിക് ആസിഡിനെ അടിസ്ഥാനമാക്കി ചോദിക്കാവുന്ന 2 ചോദ്യങ്ങൾ. ഇനി നമുക്ക് മെറ്റലുകൾ എന്താണെന്ന് നോക്കാം. മെറ്റലുകളാണ് ഗോൾഡ്, കോപ്പർ, അയൺ, നിക്കൽ, സിൽവർ. നോൺ മെറ്റൽസ് ആണ് ഡയമണ്ട്, ഓക്സിജൻ, കാർബൺ, സിലിക്കോൺ ആൻഡ് ബോറോൺ. മറക്കാതിരിക്കാനായി പറയുന്ന 4 പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് നോക്കാം. അവ മറക്കരുത്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഏറ്റവും താഴെ ശേഖരിക്കപ്പെടുന്ന സാന്ദ്രത കൂടിയ ഉരുകിയ അയണിന് മുകളിലായി ശേഷിക്കപ്പെടുന്ന സാന്ദ്രത കുറഞ്ഞ ഉരുകിയ സ്ലാഗിൽ 4% കാർബണും മറ്റു മാലിന്യങ്ങളായ മാഗ്നസ്, സിലിക്കൺ, ഫോസ്ഫറസ് എന്നിവയും അടങ്ങിയിട്ടുണ്ടാകും. ഇതിനെ പിഗ് അയൺ എന്ന് വിളിക്കുന്നു. വ്യാവസായികമായുള്ള കോപ്പർ ശുദ്ധീകരണത്തിൽ ശുദ്ധമായ കോപ്പറിൻ്റെ നേർത്ത തകിട് നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട കോപ്പറിൻ്റെ വലിയ കഷ്ണം പോസിറ്റീവ് ഇലക്ട്രോഡായും സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോലൈറ്റായും ഉപയോഗിക്കുന്നു. പാശ്ചാത്യ പ്രവർത്തനങ്ങളുടെ നിരക്ക് തുല്യമായി വരുന്ന ഘട്ടമാണ് രാസസന്തുലനം. ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരങ്ങൾ. ഹേബർ പ്രക്രിയയിലെ ഊഷ്മാവ് 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആസിഡും ജലവുമായുള്ള പ്രവർത്തനം താപമോചകമാണ്. ഗാഢ ആസിഡുകൾ ലയിപ്പിക്കുമ്പോൾ ജലത്തിലേക്ക് ആസിഡ് ലയിപ്പിക്കണം. ആസിഡിലേക്ക് ജലം ചേർക്കാൻ പാടില്ല. ബേരിയം സൾഫേറ്റിനെ പോലെ ബേരിയം കാർബണേറ്റും വെളുത്ത അവക്ഷിപ്തം നൽകുന്നതിനാൽ സൾഫേറ്റിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാഢ ഹൈഡ്രോളിക് ആസിഡ് ചേർക്കേണ്ടതുണ്ട്. അവ്യക്തത്തിൽ മാറ്റമില്ലെങ്കിൽ സൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ലയിപ്പിച്ചാൽ കാർബണേറ്റും ആണ്. ഇവയാണ് ലോഹവും അലോഹവും എന്ന അധ്യായത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.